ഇറാന്റെ ആക്രമണം ഖത്തറിലെ അടക്കം എണ്ണപ്പാടങ്ങളിൽ കാര്യമായി നടക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ ഒരു സംഗതിയായി മാറുകയാണ്. ഇതിനിടെ ഇറാനെതിരെ അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായ നീക്കം നടത്താൻ ഒരുങ്ങുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്ത് വരുന്ന പശ്ചാത്തലമാണ്. കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായമൊരുക്കാമെന്ന് സംയുക്ത പ്രസ്താവനയും ഇവർ പുറത്തിറക്കുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. അതുപോലെ ഇന്നലെയാണ് 12ഓളം അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ യോഗം ചേർന്ന് ഇറാനെതിരെ പ്രമേയം പാസാക്കുകയും മറ്റും ചെയ്തത്. ഇനിയും ആക്രമണം തുടർന്നാൽ സൗദി അടക്കം പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിസന്ധി രൂക്ഷമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനെതിരെ സംയുക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഹോർമുസിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്? രഞ്ജിത്ത്, പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് രാവിലെ തന്നെ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്വകാര്യ വെയർഹൌസ് തീപിടുത്തത്തിൽ ഒരു മിസൈലിന്റെ അവശിഷ്ടം തകർന്നു വീണുണ്ടായ തീപിടുത്തത്തിൽ ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഖത്തറിലേക്കും UAE-യിലേക്കും സൗദിയിലേക്കും അടക്കം ഇന്ന് രാവിലെ കൂടി നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും പശ്ചിമേഷ്യയിൽ എണ്ണപ്പാടങ്ങൾ, വാതകപ്പാടങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ഇത് ഇറാനുള്ളിലുള്ള സൗത്ത് പാഴ്സ് വാതകപ്പാടത്തിന് നേരെ നടന്നിട്ടുള്ള ഇസ്രായേൽ ആക്രമണം. ഇതിന് ഒരു പ്രതികാരം എന്നോണമാണ് പശ്ചിമേഷ്യയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള എണ്ണപ്പാടങ്ങൾ അതുപോലെ തന്നെ വാതകപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം ശക്തമാക്കിയത്. ഇതിൽ പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടന്നത് ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി, അതുപോലെ കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറി, പിന്നെ UAE-യിലെ ഹഷ്ബാൻ ഗ്യാസ് ഫെസിലിറ്റി, പിന്നെ സൗദി അറേബ്യയിലുള്ള സാംറഫ് റിഫൈനറിയിലും ആക്രമണം നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ ആക്രമണമാണ് തീർച്ചയായിട്ടും നടന്നത്. പ്രധാനമായിട്ടും ഈ ഖത്തറിൽ നടന്നിട്ടുള്ള ആക്രമണം, അതിൽ കടുത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ സൗദി അടക്കം 12ഓളം അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഇതിൽ ഇപ്പോൾ സൗദി ശക്തമായിട്ടുള്ള വിമർശനം ഇറാനെതിരെ ഉന്നയിച്ചു. അതായത് ഇറാനിൽ നിന്ന് ഇത്തരമൊരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് സൗദി പറഞ്ഞത്. അതുപോലെ ഇതിന് തൊട്ട് പിന്നാലെയാണ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാനോടൊപ്പം ചേർന്ന് ഇപ്പോൾ നിലവിൽ ഈ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ അതിൽ തന്നെ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു ഉപരോധം അടക്കം കണക്കിലെടുത്തുകൊണ്ട് സംയുക്ത പ്രസ്താവന പുറത്തിറക്കുന്നത്. അതായത് UK, ഫ്രാൻസ്, ജർമ്മനി